കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജാപ്പനീസ് ഓട്ടോമേക്കർ ഇന്ത്യയിൽ 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച കോമ്പാക്ട് SUV ഹോണ്ട എലിവേറ്റ് ആണ്. 8 മാസങ്ങൾക്ക് ശേഷം ഈ വാഹനം ഒരു ലോങ് ടേം എക്സ്പീരിയൻസിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. 15 ദിവസത്തോളമായി ഈ വാഹനം നമ്മൾ ഓടിക്കുന്നു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വരെ ഒക്കെ യാത്ര ചെയ്തു. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എൻ്റെ യൂട്യൂബ് ചാനൽ കാർക്കടുവ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോയുടെ ലിങ്കും അയച്ചു കൊടുക്കുക. ജാപ്പനീസ് ഓട്ടോമേക്കർ ഹോണ്ട ഇന്ത്യയിൽ ഈ കോമ്പാക്ട് SUV അവതരിപ്പിക്കുമ്പോൾ അവർക്കറിയാമായിരുന്നു കടുത്ത മത്സരമാണ് ഇവിടെയെന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തെ ഒരു സെയിൽസിൻ്റെ കണക്ക്, അതായത് ഏപ്രിൽ 2024 വരെ ഉള്ള കണക്ക് പ്രകാരം 35,000 യൂണിറ്റ് ഹോണ്ട എലിവേറ്റ് ആണ് ഇന്ത്യയിൽ വിറ്റത്. ഇന്ത്യ തന്നെയാണ് അവരുടെ ആദ്യത്തെ മാർക്കറ്റ്. അപ്പം മൊത്തത്തിലുള്ള ഇന്ത്യയിലെ ഹോണ്ടയുടെ സെയിൽസിൻ്റെ 39% കൈയടക്കുന്നത് ഈ കോമ്പാക്ട് SUV ആണ്. ഹോണ്ടയുടെ അതിപ്രശസ്തമായ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ IVTEC പെട്രോൾ എഞ്ചിനിൽ തന്നെയാണ് ഹോണ്ട എലിവേറ്റും അവതരിപ്പിച്ചിരിക്കുന്നത്. ഹോണ്ടയുടെ എഞ്ചിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. 121 PS പവറും അതുപോലെ തന്നെ 145 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിന് ഉള്ളത്. ഈ വാഹനം 8 വേരിയന്റുകളിലാണ് നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ വാഹനം മാനുവൽ ഓപ്ഷനിലും CVT കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലും ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിന്റെ വില തുടങ്ങുന്നത് 11,69,000 രൂപ മുതൽ 16,51,000 രൂപ വരെയാണ്. ഇപ്പോൾ ജൂൺ ഓഫേഴ്സ് ഒക്കെ നിലവിലുണ്ട്. ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം മാനുവൽ ട്രാൻസ്മിഷനിലും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും CVTയിലും കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലും ലഭിക്കും. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന വാഹനം മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. അപ്പം വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഹോണ്ട എലിവേറ്റിൻ്റെത്. ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് തന്നെ പറയാം. ശരിക്കും അർബൻ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഹോണ്ട എലിവേറ്റ് എന്ന കോമ്പാക്ട് SUV എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അർബൻ ഫ്രീ സ്റ്റൈലർ എന്നൊക്കെയാണ് ഈ വാഹനത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. ഈ വാഹനത്തോട് മത്സരിക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, MG ആസ്റ്റർ, അതുപോലെ തന്നെ സ്കോഡ കുച്ചാക്, അതുപോലെ തന്നെ മറ്റ് കോമ്പാക്ട് SUVകളും. ക്രോമിന്റെ ഒരു സ്ട്രിപ്പ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള LED ഹെഡ്ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. LED DRL നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ LED ഫോഗ് ലാമ്പും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. വലിയ വാഹനം, വലിയ വീലാർച്ച്, അതുപോലെ തന്നെ മികവാർന്ന അലോയ് വീൽ, ഇതൊക്കെ തന്നെയാണ് ഒരു SUV ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. അപ്പം സൈഡ് പ്രൊഫൈൽ കൊണ്ട് ഹോണ്ട എലിവേറ്റ് ശരിക്കും ലുക്ക് കൊണ്ട് സൂപ്പറായി എന്ന് തന്നെ പറയാം. അപ്പം വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീലാർച്ച് ഉണ്ട്. 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി കളേർഡ് ഡ്യുവൽ, ഇതിൽ ലോവർ പോർഷൻ ബ്ലാക്ക് ആണ്, അപ്പർ പോർഷൻ ബോഡി കളേർഡ് ആണ്. സൈഡ് ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിനെ ഒന്നും കൂടി ഭംഗി ആക്കാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്ത റൂഫ് റെയിൽ, അലൂമിനിയം ഗാർണിഷ് ചെയ്ത റൂഫ് റെയിലും സ്പോട്ടി ലുക്കിന് വേണ്ടിയിട്ട് നിർമ്മാതാക്കൾ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം എലിമെന്റിലാണ് വന്നിരിക്കുന്നത്. ഡോറുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡോർ പാനൽസിലെ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ആണ്. വാഹനത്തിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 40 ലിറ്റർ ആണ്. മാനുവൽ ട്രാൻസ്മിഷനിലും CVT പതിപ്പിലും ഈ വാഹനം ലഭിക്കുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷന്റെ ഫ്യൂവൽ എഫിഷ്യൻസി 15.31 ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലുള്ള ഓട്ടോമാറ്റിക് പതിപ്പിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി 16.92 കിലോമീറ്റർ ആണ്. യുണീക്ക് ആയിട്ടുള്ള റിയർ ഡിസൈൻ എന്നാണ് ഹോണ്ട പറയുന്നത്. എന്തായാലും LED റിയർ ലൈറ്റ് വളരെ മുൻവശത്തെ പോലെ തന്നെ വളരെ സ്ലീക്കാണ്. ഇവിടെ ഹോണ്ടയുടെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ എലിവേറ്റ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഉണ്ട്. അതേപോലെ ഹോണ്ടയുടെ അതിപ്രശസ്തമായ 1.5 ലിറ്റർ IVTEC എഞ്ചിന്റെ ബാഡ്ജിങ്ങും ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. റിയർ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിലേക്ക് 360 ഡിഗ്രി ക്യാമറ വന്നിട്ടില്ല. എന്നാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ടേൺ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ലെയിൻ വാച്ച് സൗകര്യങ്ങളും ഒക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. വലിയ വാഹനം, ഏറ്റവും വലിയ ബൂട്ട് സ്പേസ്, 458 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഹോണ്ട എലിവേറ്റിനുള്ളത്. കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ ബൂട്ട് സ്പേസ് ആണ് ഇതെന്ന്. ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 60/40 സ്പ്ലിറ്റും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. 3 ഡ്യുവൽ ടോൺ കളറുകളിലും 7 സിംഗിൾ ടോൺ കളറുകളിലുമാണ് ഹോണ്ട എലിവേറ്റ് ലഭ്യമാകുന്നത്. ഒബ്സീഡിയൻ ബ്ലൂ പേൾ എന്ന് പറയുന്ന നിറമാണ് ഇത്. ഇന്ത്യക്കാർക്കിടയിൽ ബ്ലൂ നിറത്തിനോട് വല്ലാത്ത ഒരു അഭിനിവേശം ഉണ്ടെന്ന് തോന്നുന്നു.
ഹോണ്ട എലിവേറ്റിന്റെ ഇന്റീരിയറിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് തോന്നും. അപ്പം ഇതിൽ ഏറ്റവും ആകർഷണീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നത് ഇതിന്റെ ഒരു ബ്രൗണും ബ്ലാക്കും കൂടി ഉള്ള ഒരു കോമ്പിനേഷനാണ്. അതായത് ഇന്റീരിയർ തീം അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ലക്ഷറിയസ് ഫീൽ ഹോണ്ട എലിവേറ്റിന്റെ ഈ ഒരു സെഗ്മെന്റിൽ ഒരു ലക്ഷറിയസ് വാഹനത്തിന്റെ ശരിക്കുമുള്ള ഒരു ഫീൽ ഇതിന്റെ ഇന്റീരിയറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർഫേസ്, 10.5 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, 7 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഹോണ്ട സെൻസ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ വയർലെസ് ചാർജർ ഇതിനകത്തേക്കുണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നീ സംവിധാനങ്ങളുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അർബൻ ഫ്രീ സ്റ്റൈലർ എന്നൊക്കെ തന്നെയാണ് വാഹന നിർമ്മാതാക്കൾ ഇതിനെ വിളിക്കുന്നത്. എക്സ്റ്റീരിയർ ഭംഗി കൊണ്ടാണെങ്കിലും ഇന്റീരിയറിൽ ഉള്ള ടെക്നോളജി കൊണ്ടാണെങ്കിലും ഇന്റീരിയറിലെ കൺവീനിയൻസ് അവർക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യമാണെങ്കിലും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അർബൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഹോണ്ട എലിവേറ്റ് എന്ന് പറയാം. വാഹനത്തിന്റെ AC കൺട്രോൾ എല്ലാം ഇവിടെ തന്നെയാണ്. അതിനകത്തേക്ക് മാക്സിമം കൂൾ എന്ന് പറഞ്ഞ ഒരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വയർലെസ് ചാർജിംഗ് സൗകര്യം, കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻട്രൽ കൺസോൾ, അതിന്റെ അകത്ത് ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസ്. ഇതില് വാഹനത്തിന്റെ ഉയർന്ന വേരിയന്റുകളിൽ ശരിക്കും അഡാസ് സൗകര്യങ്ങളുണ്ട്. അത് നമുക്ക് ക്രമീകരിക്കുന്നത് ഇതിന്റെ സ്റ്റിയറിംഗ് വീലിലാണ്. അഡാസ് സൗകര്യങ്ങൾ നമുക്ക് ഓണാക്കുകയും ഓഫാക്കുകയും ഒക്കെ തന്നെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനകത്തേക്ക് 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട അഡാസ് ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അതിലെ ആ അഡാസ് സൗകര്യം നമുക്ക് ഓണാക്കുകയും ഓഫാക്കുകയും ഒക്കെ തന്നെയും ചെയ്യാം. അതോടൊപ്പം തന്നെ പറയുന്നത് ഇതിനകത്തേക്ക് 360 ഡിഗ്രി ക്യാമറ വന്നിട്ടില്ല, എന്നാൽ തത്തുല്യമായ ക്യാമറ സൗകര്യങ്ങൾ പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണെങ്കിലും പിന്നിലായിട്ടാണെങ്കിലും മുന്നിലായിട്ടാണെങ്കിലും ഒക്കെ തന്നെയും ഒരുപാട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തിന് ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു ഡോമിനേറ്റിംഗ് ഹൂഡാണ് ഈ വാഹനത്തിനുള്ളതെന്ന്. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലെ തന്നെ ഇത് ഫീൽ ചെയ്യും. എന്നാലും ഇതിന്റെ ഉയർന്ന വേരിയന്റുകളിലുള്ള അതിന്റെ മുൻഭാഗത്തെ ക്യാമറ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. വാഹനത്തിന്റെ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ചിട്ട് പറയുന്നു. ഇതിനകത്തേക്ക് 8 സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെ IRVM ഇൻസൈഡ് റിയർ വ്യൂ മിറർ ഓട്ടോ ഡിമ്മിംഗ് ഫെസിലിറ്റി ഉള്ളതാണ്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വാനിറ്റി മിററൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സിംഗിൾ ടച്ചിലൂടെ തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന സൺറൂഫും വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹോണ്ട എലിവേറ്റിന്റെ സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലാണ്. ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെയും ഇതിനകത്തേക്കുണ്ട്. അതുപോലെ തന്നെ ഹോണ്ട സെൻസിംഗ് എന്ന് പറയുന്ന അഡ്വാൻസ് അഡാസ് സൗകര്യങ്ങൾ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അത് ഓണാക്കുകയും ഓഫാക്കുകയും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാം. അഡാസ് സൗകര്യങ്ങൾ ഓണാക്കാനുള്ള സ്വിച്ച് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിലൂടെ അഡ്വാൻസ് ഹോണ്ട സെൻസിംഗ് എന്ന് പറയുന്ന അഡാസ് സൗകര്യത്തിലൂടെ നമുക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ എമർജൻസി ബ്രേക്കിംഗ്, അതുപോലെ തന്നെ കൊളിഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ഇതുകൾ, അതുപോലെ തന്നെ ഹൈ ബീം അസിസ്റ്റ്, ഇങ്ങനത്തെ കുറേ അധികം അഡാസ് ഫീച്ചർ ഹോണ്ട എലിവേറ്റിൽ അതിന്റെ ഉയർന്ന വേരിയന്റുകളിൽ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കാർന്ന് ഉള്ള ഒരു ഫീൽ ഉണ്ട്. പക്ഷേ അല്പം ഇടുങ്ങിയതല്ലേ ഇന്റീരിയർ സ്പേസ് എന്ന് തോന്നും. അപ്പം എന്നാൽ പോലും ഇതിനകത്ത് ഒരു പ്രീമിയം ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ സൂപ്പർ എന്ന് തന്നെ പറയാം. ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒരു സീറ്റിന്റെ ഡിസൈൻ. അതുപോലെ തന്നെ ഇരിപ്പിട സുഖവും എടുത്തു പറയുന്നു. ദീർഘദൂരം നമ്മൾ യാത്ര ചെയ്തു നല്ല സീറ്റിംഗ് കംഫർട്ട് തന്നെയാണ് ഹോണ്ട എലിവേറ്റിനെന്ന് പറയാം. 2650 ഹോണ്ട എലിവേറ്റിന്റെ വീൽ ബേസ്. പിൻനിര അത്യാവശ്യം 3 പേർക്കിരിക്കാം. കൊച്ചു കുട്ടിക്ക് കൂടുതൽ സൗകര്യമായിരിക്കും നടുക്കത്തെ സീറ്റ് എന്ന് പറയുന്നു. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഐസോഫിക് സംവിധാനമുണ്ട്. 4 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ആണ്. 4ഉം സ്ലൈഡിംഗ് ആണ്. സീറ്റ് ഡിസൈന് സൂപ്പർ ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 2ാം നിരയിൽ കപ്പ് ഹോൾഡറും അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റുമായിട്ട് ഉപയോഗിക്കാം. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ റിയർ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് പോർട്ട് ഇവിടെയായിട്ടുണ്ട്. 2 സീറ്റുകളുടെയും പിന്നിലായിട്ട് വളരെ മികച്ച ഒരു സീറ്റ് പൗച്ച് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇത്രയധികം ലെഗ് റൂമും ഇത്രയും ഹെഡ് റൂമും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. റൂഫ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പം ഉയർന്ന ഒരു വാഹനം SUV ആണ്. എന്നാൽ ഇതിനകത്തെ സീറ്റിംഗ് പൊസിഷൻ മൊത്തവും ലോ
ആംഗിളിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് ഈസി ആയിട്ട് ഇറങ്ങാനും കയറാനും സാധിക്കും. അത് ഈ വാഹനത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ എടുത്തു പറയണം. കൺവീനിയൻസിനും കണക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട എലിവേറ്റിലുണ്ടെന്ന് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഹോണ്ട കണക്റ്റിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. 37 കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അലക്സ കണക്ടിവിറ്റി ഇതിനകത്തേക്കുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഹോണ്ട കണക്റ്റ് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് 5 വർഷത്തെ സബ്സ്ക്രിപ്ഷനും വാഹന നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. അപ്പം ഈ വാഹനം ദീർഘദൂരം ഓടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതായത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓടിച്ചു. വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന ഫ്യൂൽ എഫിഷ്യൻസി ഒന്നും കിട്ടിയില്ലെങ്കിലും അതിനോടടുത്ത്, അതായത് നമ്മൾ ഓടിച്ചത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. അതായത് 13 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസി വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു മോഡറേറ്റ് സ്പീഡിലൊന്നും അല്ല ഓടിച്ചത്. എന്നാൽ പോലും പല ഘട്ടങ്ങളിൽ കനത്ത മഴയായിരുന്നു. അപ്പം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെയും ഹൈവേയിലൂടെയും ഒക്കെ തന്നെ ഓടിച്ചു. ഹൈവേകളിലൂടെയൊക്കെ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വാഹനം നൽകുന്നത്. എന്തായാലും ഈ കോമ്പാക്ട് SUV ഇന്ത്യൻ വാഹന ലോകത്തേക്ക് മറ്റ് കരുത്തന്മാർക്കൊപ്പം തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.